ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്, ഹാപ്പി മോർണിംഗ്. അപ്പോൾ ഒരു മോർണിംഗ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മോർണിംഗ് മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലേ? അപ്പം നിങ്ങൾക്കും എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യാം, മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാം. താഴെ കാണുന്ന ലിങ്കിൽ കണക്ട് ചെയ്തിട്ട് ക്ലബിലേക്ക് വന്നാൽ മതി. അവിടെ കുറേ ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെ നിങ്ങൾക്കും കണക്റ്റ് ആവാം. ഇന്നത്തെ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ലൈഫിനെ പല ബന്ധങ്ങളും നമുക്കുണ്ടാവും അല്ലേ, പല റിലേഷൻഷിപ്പുകളും നമുക്കുണ്ടാവും. പാരൻസും സ്റ്റുഡൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, പാർട്ട്ണർ തമ്മിലുള്ളത്, കുട്ടികളും പാരൻസും തമ്മിൽ, അതുപോലെ തന്നെ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് തമ്മിൽ പല റിലേഷൻ, നമ്മൾ സൊസൈറ്റീനോടുള്ള റിലേഷൻഷിപ്പ്, പല രീതിയിലുള്ള ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. അത് നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആൻഡ് കമ്മിറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഹൈ ബൈ ബന്ധത്തിലുള്ള, അങ്ങനെ പല തരത്തിലുണ്ടാവും അല്ലേ. പലപ്പോഴും ഇത്തരം റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ സാറ്റിസ്ഫൈ ആവില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കില്ല, ലോങ് ടൈം നമുക്ക് കുറേ കാലം നമുക്ക് കൂടെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അവിടെയൊക്കെ നമുക്കൊരു ഗിൽറ്റ് വരും, കുറ്റബോധം വരും, പല പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. പല റിലേഷൻഷിപ്പിലും നമുക്ക് പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് അല്ലേ. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെ റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് സ്വന്തം മനസ്സിലാക്കാനും അവർ നമ്മളെ മനസ്സിലാക്കാനും പറ്റാതെ എപ്പോഴും അടിയും പിടിയും കുറ്റവും, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ നമ്മളോട് എന്തൊക്കെയോ പറയുകയും, അല്ലെങ്കിൽ നമ്മളോട് വാശി തീർക്കാനോ വെറുപ്പ് കാണിച്ചിട്ടൊക്കെ പോവുകയും, മറ്റുള്ളവരിൽ നിന്നൊക്കെ നമ്മൾ അകറ്റി നിർത്തുകയൊക്കെ ചെയ്യുന്ന ബന്ധങ്ങൾ നമുക്കുണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഇത്തരം അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യം ഞാൻ ചോദിക്കുന്നത്. പല സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും നമുക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ. ഇതിലൊക്കെ എന്താ പ്രോബ്ലം എന്നറിയോ? ഇവിടെയൊക്കെ സംഭവിക്കുന്നത് സ്വന്തം സ്വഭാവം മനസ്സിലാക്കാതെ മികച്ച ബന്ധത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആരാണെന്നോ ഞാൻ എന്താണെന്നോ സ്വയം എന്താണെന്നോ മനസ്സിലാകാതെ മറ്റൊരു ഹാപ്പിനെസ്സിനും സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് നമ്മൾ അല്ലേ. പലപ്പോഴും സ്വന്തം സ്വഭാവം മനസ്സിലാക്കാൻ പറ്റാത്ത, ബുദ്ധിമുട്ടി ഒരു ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ തെറ്റി ഭയങ്കര നിരാശയിലും സങ്കടത്തിലും ഒക്കെ കഴിയുന്ന കുറേ ആളുകളുണ്ട്. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, എന്നെ ആർക്കും വേണ്ട, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് മാത്രമേ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൂ, എനിക്ക് എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. അവർക്കൊന്നും സ്വന്തം വാല്യൂവും സ്വന്തം മനസ്സിലാക്കാനുള്ള കഴിവ്, എൻ്റെ ബിഹേവിയർ എന്താണ്, ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്ക് എന്താണ് വേണ്ടത് എന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ സ്വയം മനസ്സിലാക്കാൻ പറ്റാതെ ആ വാല്യൂ സ്വയം നൽകാൻ കഴിയാതെ പോകുന്നവർക്കാണ് ഇത്തരം അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തിയാണോ നിങ്ങൾ? എങ്കിൽ കേട്ടോളൂ. ഈ ഒരു തലത്തിൽ നിന്ന് നമ്മൾ മാറണം, ഈ ഒരു ലൈഫ് രീതിയിൽ നിന്നും നമ്മൾ മാറണം. ഞാനൊക്കെ കുഞ്ഞിതായ സമയത്താണെങ്കിൽ നമുക്ക് ഓരോരുത്തരോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകും. പാരൻസിനെ നോക്കണം, നമ്മൾ മാരേജ് കഴിയുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ പാരൻസിനെ നോക്കണം, നമ്മൾ പാരൻസ് പറയുന്ന കാര്യങ്ങളുണ്ടാവും, ബ്രദേഴ്സ് പറയുന്നുണ്ടാവും, ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, അതിൻ്റെ കൂടെ ജോബിന് പോവുകയാണെങ്കിൽ അവിടുത്തതുണ്ടാവും, വീട്ടിൽ വന്നിട്ടുണ്ടാവും, പാർട്ട്ണർതുണ്ടാവും, അങ്ങനെ സൊസൈറ്റീനോടുണ്ടാവും. ഇതെല്ലാം കൂടെ ഭയങ്കര ഓവർവെൽംഡായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് നമ്മെ മനസ്സിലാക്കാനും നമ്മളെ സ്റ്റേൺ എന്താണെന്നും നമ്മൾ എവിടെ നിൽക്കണമെന്നും എല്ലാത്തിലും ഹാപ്പിയോടുകൂടി അഭിമുഖീകരിക്കാനും കഴിയാത്തത് കൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അടുപ്പമുള്ളവർ നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കും, പക്ഷേ എന്തെങ്കിലും ഒരു കരകര എന്ന് പറയുന്ന സമയത്ത് നമ്മളിന്ന് അകന്നകന്ന് വരും. പിന്നെ നമുക്കതിൽ ഗിൽറ്റാവും, ഭയങ്കര കുറ്റബോധമാവും, പ്രശ്നമാവും, പ്രയാസമാവും അല്ലേ. പലപ്പോഴും നമ്മളോട് ആളുകൾ ചോദിക്കും, നിനക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ ഉള്ളത്, എന്താ നിനക്ക് ഇല്ലാത്തത്, നീ എപ്പോഴും ഒരു ഉണങ്ങി ചുങ്ങിയതുപോലെ ഒരു ഇതില്ലാതെ നിനക്ക് എല്ലാം ഞാൻ തരുന്നില്ലേ, എല്ലാം ചെയ്തു തരുന്നില്ലേ, എന്നിട്ടും നീ എന്താ ഇങ്ങനെ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ. പക്ഷേ ആ ചോദ്യം ചോദിക്കുമ്പോഴും നമ്മൾ ഹാപ്പി അല്ല, നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളെ ഉള്ളിലുള്ള ആ ഗിൽറ്റ്, സെൽഫ് ഡൗട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരങ്ങനെ പറയുമ്പോഴും അവർ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സെൽഫ് ഡൗട്ട്, ഒരു ഗിൽറ്റ് നമുക്ക് അവിടെ അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ മാറണം. ആ ഒരു അഭാവത്തിൽ നിന്നും നമ്മൾ മാറി, നമ്മൾ ഇൻട്രോവേർട്ട് ആണെങ്കിൽ ഇൻട്രോവേർട്ട് ആയിരിക്കാം, ഐ അക്സെപ്റ്റഡ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നമ്മൾ ചെയ്യണം. അവിടെ സെൽഫ് ഡൗട്ടും നമ്മൾ ആ ഗിൽറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്,
റിമൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത് ആ രണ്ട് കാര്യങ്ങളെയാണ്. അപ്പോൾ ഓരോ വ്യക്തികളും ഓരോ ടൈപ്പാണ്. ചിലർ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും, ഭയങ്കര ഇൻട്രോവേർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഇമോഷണലി ഡീപ്പ് പ്രോസസ്സിംഗ് ഉള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ആക്റ്റീവായിട്ട് സ്മാർട്ടായിട്ട് ഭയങ്കര പക്ഷേ അവർ ഉള്ളിൽ എന്തായിരിക്കും, ഭയങ്കരമായിട്ട് ഫീലിങ്ങും ഭയങ്കര സങ്കടവും വേവലാതിയുമായിട്ട് നടക്കുന്നവരായിരിക്കും. അപ്പോൾ ചില ആളുകൾ എല്ലാ കാര്യങ്ങളും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഇത്തരം രീതിയിൽ കൂടെയൊക്കെ എന്തുണ്ട്, നമ്മൾ പല സ്വഭാവവും നമുക്ക് ഉണ്ടാവാറുണ്ട്, പല രീതിയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് എനിക്കുള്ള അഭാവം, എൻ്റെ സ്വഭാവം എന്താണ്, ഞാൻ എന്തിനെയാണ് നഷ്ടപ്പെടുന്നത്, എനിക്ക് എന്ത് നഷ്ടപ്പെടുന്നു എന്നുള്ള ഫീലിംഗ് ആണ് വരുന്നത് എന്നാദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ടാണ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഞാനൊരു എക്സ്ട്രോവേർട്ടാണ് എന്നുള്ളതാണോ, അല്ലെങ്കിൽ പിന്നെ ഞാനൊരു ഭയങ്കര ലജ്ജയും നാണമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളതാണോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ആക്റ്റീവ് അല്ല എന്നുള്ളതാണോ. അപ്പം നിങ്ങൾക്ക് എന്താണ് നമ്മളെ സോഷ്യലി നമ്മൾ ഭയങ്കര കമ്മിറ്റഡ് ആവാൻ പറ്റാത്തൊരു വ്യക്തിയാണെന്നുള്ള, എന്താണ് നിങ്ങളെ ലാഗ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളെ സ്വഭാവം, നിങ്ങൾ എന്താണ് എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഇന്നതാണ്, ഞാൻ നല്ല സ്മാർട്ടായിട്ട് നല്ല ആക്റ്റീവായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്, പക്ഷേ എൻ്റെ പാർട്ട്ണർ ഭയങ്കര സൈലൻ്റാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നൊന്നുമില്ല, അദ്ദേഹത്തിന് എന്നെ മനസ്സിലാക്കാനൊന്നും പറ്റുന്നില്ല എന്നുള്ളൊരു രീതിയാണെങ്കിൽ മനസ്സിലാക്കുക അദ്ദേഹത്തിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ചിലപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് എല്ലാവരുടെയും മുമ്പിൽ പോകുന്നതും ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്നതൊന്നും ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കും. അതേസമയം നമ്മൾ ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാനും ഭയങ്കര പ്രൊഡക്റ്റീവ് ആവാനും ആക്റ്റീവ് ആവാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പം ഇത് തമ്മിൽ എന്തുണ്ട്, ഭയങ്കര കോംപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നുണ്ട് അല്ലേ. ആ ഫൈറ്റ് ആവുന്നതിന് പകരം ആ വ്യക്തി അങ്ങനെയാണ്, പക്ഷെ അദ്ദേഹത്തിന് കുറേ ഇഷ്ടങ്ങളുണ്ട്, അദ്ദേഹത്തിന് കുറേ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഉണ്ട്. ആ ഇഷ്ടങ്ങളിലും ആഗ്രഹങ്ങളിലും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യുകയും നമുക്ക് സ്ട്രെങ്തൻ ചെയ്യേണ്ട പാർട്ടിനെ പതിയെ അവരെ വീക്ക്നെസ് ആയിരിക്കും, ആ വീക്ക്നെസ്സിനെ പതിയെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവന്ന് ഒരു അണ്ടർസ്റ്റാൻഡിങ് ലൈഫിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ് വേണ്ടത്. അതേസമയം എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയാണ്, അദ്ദേഹം അങ്ങനെയാണ്, എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് ക്വിറ്റ് ചെയ്ത് പോരുന്നതിന് പകരം അവിടെ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ പാർട്ട്ണർ ഇങ്ങനെയാണ്, അദ്ദേഹം ഇങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ നേച്ചർ ഇങ്ങനെയാണ്, ഇറ്റ്സ് ഓക്കെ, ഐ ആം ഹാപ്പി ആൻഡ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക, നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുക, ഐ ആക്സെപ്റ്റഡ് ആൻഡ് ലവ് മൈ സെൽഫ് എന്ന് സ്വയം പറയാം. അവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ വിജയം സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളെ തുടക്കം അവിടെയാണ് വരുന്നത്. ഈ ഒരു മോഡിലേക്ക് നമ്മൾ മാറുമ്പോൾ, ഈ ഒരു രീതിയിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് സമാധാനം കിട്ടും, നമുക്ക് സന്തോഷം കിട്ടും. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് എന്താണോ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലല്ല, അത് നിങ്ങളെ പോക്കറ്റിലാണുള്ളത്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് ചെയ്യാം. അത് അദ്ദേഹം കൂടെ ആക്സെപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും, അതിൽ നിങ്ങൾ മോർ ഹാപ്പി ആവാനിരിക്കുക. എനിക്ക് ഇന്ന് എറണാകുളം പോകണം, എനിക്കൊന്നും പറ്റില്ല, ഞാൻ വരുന്നില്ല, ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എങ്കിൽ നിങ്ങൾ വേറെ ഹാപ്പി ആവുന്ന, നിങ്ങൾ നല്ലൊരു പാട്ട് പാടുന്നത് ഹാപ്പി ആവോ, അല്ലെങ്കിൽ നിങ്ങളൊരു മ്യൂസിക് കേട്ടാൽ ഹാപ്പി ആവോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം ചെയ്താൽ ഹാപ്പി ആവോ, അത് ചെയ്ത് ഹാപ്പി ആവടോ. അതേസമയം അയാൾ തരാത്തതിനെ പറ്റി കുറ്റം പറഞ്ഞ് പ്രതികരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റുക, നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരാൻ, അതിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളതാണ് എനിക്ക് അതിലൊരു സൊല്യൂഷൻ പറഞ്ഞു തരാനുള്ളത്. പിന്നെ നിങ്ങൾ പ്രതികരിക്കുന്ന രീതിയിൽ, ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് എന്തെങ്കിലും തരത്തിൽ ഹേർട്ട് ആവുന്നുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ അവരിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ പറയുന്നത് മറ്റൊരാൾക്ക് ഏതെങ്കിലും തരത്തിൽ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ, അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവർക്കത് പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാണ്. കാരണം അത് നമ്മളെ ബിഹേവിയറൽ ഇഷ്യൂസ് ആയിരിക്കാം, അതിൽ നമ്മൾ കറക്ഷൻ നൽകേണ്ടതുണ്ട്. 1, 2, 3 ആളുകൾ ഇതേപോലെ നമ്മളോട് തിരിച്ച് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് എനിക്ക് അവിടെ ഒരു കറക്ഷൻ ആവശ്യമുണ്ട്, ഞാൻ അവിടെ ഒരു കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, എൻ്റെ സംസാരത്തിൽ ഞാൻ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കി നമ്മൾ മാറാൻ തയ്യാറാവണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഭയങ്കരമായിട്ട് ചൂടായിട്ട്, നമ്മളെ പാർട്ട്ണർ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഭയങ്കരമായിട്ട് ചൂടായി പെട്ടെന്ന് പ്രതികരിക്കുന്ന, ഭയങ്കര ഹോട്ട് ആയിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ചിലപ്പോൾ ചിന്തിക്കുക പോലും ചെയ്യാതെ വേണ്ട, നോ, പക്ഷേ നിനക്ക് പോകായിരുന്നില്ലേ, ഞാൻ അപ്പം അങ്ങനെ പറഞ്ഞതായിരുന്നു പറയും. പക്ഷേ
നമ്മൾ അവിടെ മനസ്സിലാക്കണം അദ്ദേഹം അങ്ങനെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെതായ രമ്യതയിൽ, താളത്തിൽ, വേണ്ട രീതിയിൽ നമുക്ക് നേടിയെടുക്കും. നമ്മൾ ആവശ്യമാണ് അത് നേടിയെടുക്കുക എന്നുള്ളത്. അപ്പം ആ ഒരു മുഹൂർത്തവും കാലവും സാഹചര്യമൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് നേടിയെടുക്കണം. മനസ്സിലായോ? അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾ ഹോട്ടാവരുത്, ചില സ്ഥലത്ത് നമ്മളെ ഈഗോയും വർക്ക് ചെയ്യും, നമ്മൾ വിട്ടുകൊടുക്കാതിരിക്കും. അങ്ങനെ ആ ഒരു സമയത്താണ് ഭയങ്കരമായിട്ട് നമുക്ക് താളപ്പിഴ സംഭവിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഇങ്ങനെയാണ്, അപ്പം ഞാൻ ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യേണ്ടത്. എൻ്റെ സംസാരം കൊണ്ടോ വാക്കുകൊണ്ടോ നോവ് കൊണ്ടോ മറ്റൊരാൾക്ക് ഹേർട്ടാവാൻ പാടില്ല എന്നുള്ള ഡിസിഷൻ നമ്മൾ എടുക്കണം. ഓക്കെ. പിന്നെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് നമ്മൾ സിമ്പിളാണെന്ന് വിചാരിക്കും, പക്ഷെ അവർക്കത് ഭയങ്കര വാല്യൂ ആയിരിക്കും. നമ്മൾ ഭയങ്കര വാല്യൂ കൽപ്പിക്കുന്ന സാധനം അവർക്കത് സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകും. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീലിംഗ് ഉണ്ടാക്കും. ആ ഒരു കാര്യം നമ്മൾ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇമോഷണലി നമ്മൾ ഭയങ്കര വീക്കാവും. ആ സമയത്ത് മനസ്സിലാക്കുക, ഞാൻ വാല്യൂ കൽപ്പിക്കുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന, ഭയങ്കര വിലമതിക്കുന്ന ഒരു കാര്യം എന്താണോ അത് എൻ്റെ മാത്രം ഇഷ്ടമാണ്. അതൊരിക്കലും മറ്റൊരാളെ വ്യക്തിയുടെ ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ 5 വിരലും വ്യത്യസ്തമായതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആണ്. അവരുടെ ഇമോഷൻസ് ഡിഫറെൻ്റ് ആണ്. അവർ കാണുന്നത്, കേൾക്കുന്നത്, മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്തമാണ്. അതുപോലെ നമ്മൾ മനസ്സിലാക്കുന്നതും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയും വ്യത്യസ്തമാണ്. അതുപോലെ മറ്റൊരാൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ കൂടെ അവർ ചിന്തിക്കണമെന്നുമില്ല. അതുകൊണ്ട് അവർ ചിന്തിക്കുന്ന രീതിയിൽ എന്താണെന്ന് നമുക്ക് 1-2 പ്രാവശ്യം അവരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കാൻ പറ്റണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ വാല്യൂ കൽപ്പിക്കുന്ന സംഭവം എൻ്റേത് മാത്രമാണ്. ഐ ആക്സെപ്റ്റഡ്. എനിക്കത് വിലപ്പെട്ടതാണ്, ഞാൻ അതിന് മൂല്യം കൽപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം, എൻ്റെ ആഗ്രഹത്തിനും എൻ്റെ ഡിസിഷനും ഞാൻ വില കൽപ്പിക്കുന്നുണ്ട്. അത് എനിക്ക് മാത്രമുള്ളതാണ്. ആ ഒരു വാല്യൂ നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾക്ക് നൽകുക. നിങ്ങളെ ഡൗട്ട് അടിക്കുന്നതിന് പകരം, നിങ്ങൾ അവിടെ വിഷമിച്ച് സങ്കടപ്പെടുന്നതിന് പകരം ആ വാല്യൂ നിങ്ങൾക്ക് നൽകി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ചൈൽഡ്ഹുഡിലേക്ക് വന്ന് നമ്മൾ ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടാവും, എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ ഫസ്റ്റ് ഈ ഒരു ഫീൽഡിലേക്ക് 2018 ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയ സമയത്ത്, ഞാൻ ടീച്ചിങ് ഫീൽഡിലായിരുന്നു. ആ സമയത്ത് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഈ എൻ്റെ മോൾ അന്ന് കുഞ്ഞിതാണ്, 3 വയസ്സായിട്ടുള്ളൂ. അപ്പം മോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്കൂളിൽ പോകുമ്പോൾ അവിടുന്ന് ടീച്ചർ പറയുന്നത് പോലെ ഇവിടെ വന്ന് ബിഹേവ് ചെയ്യും. പിന്നെ ഞാൻ അവളോട് വീട്ടിൽ നിന്ന് ബിഹേവ് ചെയ്യുന്നത് പോലെ അവളെ പാവക്കുട്ടിനോട് ഇരുന്ന് പറയും. ആ ടെഡി ബിയർ എടുത്തിട്ട്, അല്ലെങ്കിൽ അവൾ ചെറിയൊരു ഇതുണ്ടായിരുന്നു, ഒരു പാവക്കുട്ടി ഉണ്ടായിരുന്നേ. ആ പാവക്കുട്ടിനോട്, നിന്നോട് അടങ്ങിയിരിക്കാനല്ല പറഞ്ഞത്, മിസ് പറയുന്നത് പോലെ കേട്ടില്ലെന്ന് ഞാൻ ശരിയാക്കും. ചിലപ്പോൾ ഞാൻ പറയുന്ന വാക്കുകളൊക്കെ ഉണ്ടാവും, ഞാൻ അവളെ പേര് വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അവൾ ആ കുട്ടീനോട് പറഞ്ഞു തീർക്കും. അപ്പം ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, നമ്മളെ ബിഹേവിയർ പാറ്റേൺസ് നമ്മളെ കുട്ടികളിങ്ങനെ അനുകരിച്ചിങ്ങനെ വരുന്നുണ്ട്. അതുപോലെ നമ്മളെ പാരൻസിൽ നിന്നും നമ്മൾ കണ്ടതോ കേട്ടതോ എക്സ്പീരിയൻസ് ചെയ്തോ നമ്മൾ ഫീൽ ചെയ്തോ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ പാറ്റേൺ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ബിഹേവിയറായിട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. കാരണം അത് ഓൾവേസ് എന്തായിരിക്കില്ല, ഗുഡായിരിക്കില്ല. അതിൽ നമ്മൾ അലൈൻ ചെയ്യാതെ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം, സ്വയം മനസ്സിലാക്കി, സ്വയം ആ പ്രോഗ്രാമിനെ മാറ്റി ചിന്തിച്ച് ആക്ഷൻ എടുത്ത് പുതിയൊരു പ്രോഗ്രാം അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. പുതിയൊരു പ്രോഗ്രാം നമ്മൾ അവിടെ റീസ്ട്രക്ചർ ചെയ്ത്, റീബിൽഡ് ചെയ്ത്, നമ്മളെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത് നമ്മൾ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ ആ പഴയ ആ ഒരു തോട്ട് പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു ബിലീഫ് സിസ്റ്റം, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാം നമ്മളിൽ നിന്നും മാറി പുതിയൊരു സ്ക്രിപ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. റീസെൻ്റ്ലി വന്ന 4 കേസസ്, എൻ്റെ അടുത്ത് വന്ന 4 കേസിലും ഈ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഇത് മാറ്റലും നിർബന്ധമാണ്. എല്ലാവർക്കും കൂടുതൽ മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും ഇതുണ്ടാവും, പല രീതിയിലായിരിക്കും ഉണ്ടാവുക. അത് മനസ്സിലാക്കുക, അത് ആ പാറ്റേണിനെ നമ്മൾ പൊട്ടിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ചില തകർന്ന് ബ്രേക്കപ്പ് ആയ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്ഷൻ ബ്രേക്ക് ചെയ്ത കുറച്ച് റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാവും. നിങ്ങളിൽ നിന്ന് അകന്നു പോയ ആളുകളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ അവരെ പിന്നാലെ കൂടി അങ്ങോട്ട് ഇങ്ങനെ പോയി, അല്ല അവർ നന്നാവണം, അവരെന്നിലേക്ക് അട്രാക്റ്റ് ആവണം എന്നാഗ്രഹിച്ച് നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ടു പോകും.
വൺസ് നമ്മളെ വേണ്ട അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്, അല്ലെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള സ്ഥലമാണെങ്കിൽ വീണ്ടും വീണ്ടും നമ്മൾ അതിൻ്റെ പിന്നാലെ പോവേണ്ട. നമ്മളെ ലൈഫ് പാർട്ട്ണർ ആണെങ്കിൽ ചിലപ്പോൾ ചില കേസുകളിൽ നമ്മൾ പോവണം, നമ്മൾ അംഗീകരിക്കണം, നമ്മൾ താഴ്ന്നു കൊടുക്കണം, മനസ്സിലാക്കേണ്ടടുത്ത് മനസ്സിലാക്കണം, താഴ്ന്നു കൊടുക്കേണ്ടടുത്ത് താഴ്ന്നു കൊടുക്കണം, നിൽക്കേണ്ടടുത്ത് നിൽക്കണം. ചില കേസിൽ ചില പാർട്ട്നേഴ്സിൽ നമ്മൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ നമ്മൾ ആ ലൈഫിനെ കൊണ്ടുപോകണം. ചില കേസുകളിൽ നമ്മളിങ്ങനെ ബാക്കിൽ പോയിട്ട് പിന്നാലെ നടന്നിട്ട് നമ്മളെ എനർജിയും നമ്മളെ ടൈമും വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മളെ സമയം കളയുക, നമ്മളെ എനർജി കളയുക, നമ്മൾ ഡൗൺ ആവുക. നമുക്ക് പുതിയ കുറേ ആളുകളെ കാണാനുണ്ട്, പുതിയ കുറേ ആളുകളെ മീറ്റ് ചെയ്യാനുണ്ട്. വേണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കരുത് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോവരുത്. ഞാൻ പറഞ്ഞു, ചില കേസുകളിൽ നമ്മൾ പോവേണ്ടി വരും, അത് നിങ്ങൾ പോവണം. നിങ്ങൾ ഇൻലോസ് ആയിരിക്കും, നിങ്ങൾ പാരൻസ് ആയിരിക്കും, നിങ്ങൾ അടുത്ത ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ് ലൈഫിലൂടെ കൊണ്ടുവരും. അതേസമയം ചില കേസുകളിലൊന്നും നമ്മളൊരു ഫ്രണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴോ പരിചയപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ക്ലോസ് ഫ്രണ്ടൊക്കെ ആയിരിക്കും, ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആയിരിക്കും ഒരു നാൾ. പിന്നീട് അവർ വേണ്ടെന്ന് വെച്ചാൽ അവർ വേറെ ഫ്രണ്ട്സിനെ കിട്ടിയപ്പോൾ പോയെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അതിൻ്റെ ബാക്കിൽ പോയിട്ട് നിങ്ങൾ എനർജി ലോസ് ചെയ്യുന്നത്? ക്വിറ്റ് ചെയ്യുക. ചില സ്ഥലത്ത് നിന്ന് നമ്മൾ റിമൂവ് ചെയ്യുക, ഇമോഷൻ മനസ്സിലാവും, ഫീല് മനസ്സിലാവും. പക്ഷേ നമ്മൾ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ തടസ്സമായി നിൽക്കുന്ന, നമ്മളെ എനർജിയെ ലോസ് ചെയ്യുന്ന, നമ്മളെ പ്രൊഡക്ടിവിറ്റി നഷ്ടപ്പെടുന്ന, നമ്മളെ ഗോളിനെ തടസ്സമായിട്ട് നിൽക്കുന്ന, നമുക്ക് ഒരു യൂസും ലഭിക്കാത്ത ഒരു കാര്യത്തിലേക്ക് നമ്മളെ എനർജി എന്തിന് കളയണം? ആ എനർജി നമ്മൾ അത് നമ്മളെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മോർ ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ തിരിച്ച് ചിന്തിക്കാം. ഏതൊരു വ്യക്തിക്കും മാറാൻ പറ്റും. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഗ്രോത്തിലേക്ക് പോകാനും നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മളെ സന്തോഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് മാറാൻ പറ്റും. നമ്മുടെ സന്തോഷവും നമ്മളെ സമാധാനവും നമ്മളെ പോക്കറ്റിൽ നമ്മളെടുത്തുനിന്ന് വിട്ടുകൊടുക്കാതെ നോ പറയേണ്ടടുത്ത് നോ പറയാൻ പഠിക്കുന്ന നിമിഷം നമ്മൾ സക്സസ് ആവും. എനിക്ക് വാല്യൂ കൊടുക്കുമ്പോൾ സെൽഫ് വാല്യൂ, സെൽഫ് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് സെൽഫിനെ റെസ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈഫിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു ലൈഫ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾ ട്യൂൺ ചെയ്ത് പോകണം. അങ്ങനെ ഒരു ലൈഫാക്കി നിങ്ങൾ സെൽഫ് അവെയർനെസ് കൊടുത്തിട്ട് നിങ്ങൾ ഇരുന്ന് ചിലപ്പം ജേർണലിങ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് മാറേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എഴുതേണ്ടി വരും. ബുക്ക് എടുത്ത് ഇരുന്ന് എഴുതുക. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഈ ലെവലിലേക്കാണ് എനിക്ക് എത്തേണ്ടത്, എനിക്ക് ഇന്ന ലൈഫാണ് ആകേണ്ടത്, ഇന്ന രീതിയിലേക്ക് പോകണം, ഇന്ന ക്യാരക്ടറാണ്, ഇന്ന ഹാബിറ്റാണ്, ഇന്ന ബിഹേവിയർ പാറ്റേൺ ആണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. എന്നിട്ട് ഈ പഴയതെടുത്ത് കത്തിച്ച് കളയുക. എന്നിട്ട് ഈ പുതിയ ജേർണലിങ് ചെയ്തതിനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ച് നിങ്ങളിലേക്ക് ഇങ്ങനെ കൊണ്ടുവിടുക. അങ്ങനെ നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും. സെൽഫ് അവെയർനെസ് ആണ് ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ വേണ്ടത്. അപ്പം നമ്മൾ ഒരുപാട് ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത് ഭയങ്കരമായിട്ട് പോകണമെന്നില്ല. പക്ഷെ നമ്മളെ പാറ്റേൺസിനെ നമ്മൾ മനസ്സിലാക്കി അതിനകത്തുനിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഓവർകം ചെയ്യാനുള്ള ടൂൾസ് എടുക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് അവരങ്ങനെ അവരിങ്ങനെ അവരെ പോലെ ഇവരെ പോലെ നമ്മളെങ്ങനെയാണോ അതാവോ നമുക്ക് എങ്ങനെ നമ്മൾ മോർ പ്രൊഡക്റ്റീവ് ആകുമ്പോൾ നമ്മളെ വാല്യൂസ് കൂട്ടാൻ പറ്റുമോ അത് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ ദിവസവും നമ്മളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആഡ് ചെയ്ത് നമുക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുക്കുക. നമ്മൾ സൈലൻ്റ് ആകേണ്ടടുത്ത് സൈലൻ്റ് ആയിട്ട്, നമ്മൾ സ്മാർട്ട് ആവേണ്ട സ്ഥലത്ത് സ്മാർട്ട് ചെയ്ത് ഒരു താളത്തിൽ ലയത്തിൽ പോകാൻ നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ എക്സ്പ്രഷന്, മറ്റുള്ളവർ ഇതിലേക്ക് മാറുന്നതിന് പകരം സെൽഫിലേക്ക് ചിന്തിക്കുക. പിന്നെ നമ്മളെ ലൈഫിൽ പല സ്ഥലത്തും നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. നിൽക്കേണ്ടടുത്ത് നിർത്തേണ്ടവരെ നിർത്തണം. നിങ്ങൾ നിൽക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ നിൽക്കണം. മീൻസ് ചില സ്ഥലത്ത് നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളാണ് സംസാരിക്കണം. നോ പറയേണ്ടടുത്ത് നോ പറയണം. സംസാരിക്കേണ്ട എന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മൾ സംസാരിക്കരുത്, നോ. അതെ, ചില കമ്മ്യൂണിക്കേഷൻസ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, പ്രശ്നത്തിലായെത്തും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ
നന്നായിട്ട് കെയർ ചെയ്യണം. നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മൾ സംസാരങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ചുറ്റും നമ്മളിലേക്ക് വരേണ്ട കാര്യങ്ങളെയൊക്കെ നമുക്കൊരു ബൗണ്ടറി നമുക്ക് ചുറ്റും സെറ്റ് ചെയ്യണം. അതിനനുസരിച്ച് വേണം, അത് വാക്കുകൊണ്ടാവാം, നോട്ടം കൊണ്ടാവാം, സംസാരം കൊണ്ടോ, എന്തുകൊണ്ടും, കേൾവി കൊണ്ടൊക്കെ നമ്മളെ ഇമോഷൻ കൊണ്ടും അല്ലെങ്കിൽ നമ്മളെ എനർജിയിലേക്ക് നമ്മൾ ഒരാളെ കടത്താൻ നമുക്ക് പാടില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സ്വന്തം ഇമോഷണൽ നീഡ്സ്, എനിക്ക് വേണ്ടത്, എനിക്കൊരു സ്പേസ് നൽകണമെങ്കിൽ അവിടെ സ്പേസ് നൽകുക, എനിക്ക് റിലാക്സ് ആവേണ്ട, ഹാപ്പി ആവേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്യാം. നമുക്കൊരു ഇമോഷണൽ നീഡ്സ് ഉണ്ടാവും, അത് മനസ്സിലാക്കി അതിന് ടൈം കൊടുക്കണം. ഓക്കെ, ഒരാളെയും നമ്മൾ ഒരാളുടെയും ഭാരം നമ്മൾ ചുമക്കാൻ ഏറ്റിട്ടില്ല, ഒരാളുടെയും കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാനൊന്നും ഏറ്റിട്ടൊന്നുമില്ല. മറ്റുള്ളവരെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിന് അല്ല മറ്റുള്ളവരെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നതിന് പകരം സ്വയം മനസ്സിലാക്കി സ്വയം ബോധത്തോടു കൂടി ഒരു ന്യൂട്രലായിട്ട് നമ്മളെ ലൈഫിനെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഹാപ്പി ആയിട്ട്, പീസ്ഫുള്ളായിട്ട്, സ്മൂത്തായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു ലൈഫാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഈസി ആയിട്ട് 10x പ്രൊഡക്റ്റീവിൽ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമാണ് 30 ഡേ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. അവിടെ നിങ്ങൾ അലൈൻഡ് ആവുകയാണ്, അവിടെ നിങ്ങൾ ഹീൽഡ് ആവുകയാണ്, അവിടെ നിങ്ങൾ എന്താണ് എന്നുള്ള നിങ്ങളെ സെൽഫ് ലവ് കൂടി നിങ്ങളെ ഹീൽഡായിട്ട് നിങ്ങളെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക്, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ള സന്തോഷവും സമാധാനമുള്ള ഒരു ലൈഫിലേക്ക് എത്തിപ്പിടിക്കാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് ലെവൽ 1 ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാം. 30 ഡേ 30 ദിവസവും നിങ്ങളെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെ ജീവിതത്തിൽ ഒരു 100% നിങ്ങളെ ലൈഫിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷനാണ് അവിടെ സംഭവിക്കുന്നത്. ആ ഒരു പ്രോഗ്രാമിലേക്കാണ് നിങ്ങൾ കണക്റ്റ് ആവേണ്ടത്. ആ ഒരു പ്രോഗ്രാം എല്ലാ മാസവും നടക്കുന്നുണ്ട്. താഴെയുള്ള ലിങ്കിൽ കണക്ട് ചെയ്ത് നമ്മളെ ക്ലബ്ബിൽ വന്നാൽ നിങ്ങൾക്ക് അതിനകത്തുള്ള ഡീറ്റെയിൽസ് കാണാം, അവിടെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ എങ്ങനെ ആവണം, ഞാൻ എങ്ങനെ ജീവിക്കണം എന്നറിയുക എന്നതാണ് ആദ്യം വേണ്ടത്. മറ്റുള്ളവരുമായി എങ്ങനെ ബന്ധപ്പെടാം എന്നതിലൂടെ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നറിയുന്നതിലൂടെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ എങ്ങനെ ആവണം, ഏത് രീതിയിൽ ജീവിക്കണം, അവരോട് എങ്ങനെ ഇടപഴകണം എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ സ്വയത്തെ നമ്മൾ മനസ്സിലാക്കണം. സ്വന്തത്തെ മനസ്സിലാക്കി സ്വയം എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ നമുക്ക് ഹാപ്പിനെസ് ക്രിയേറ്റ് പറ്റും, അവർ നമ്മളോട് ഹാപ്പി ആയിട്ട് പെരുമാറും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ എനിക്ക് തന്നെ മനസ്സിലാക്കുന്നു, അതുകൊണ്ടാണ് എൻ്റെ ബന്ധങ്ങളെല്ലാം എൻ്റെ കൂടെ കൂടുതൽ സമയം നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഞാൻ എന്നെ മനസ്സിലാക്കുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുപാടുമുള്ളവരും എന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ ക്ലബ്ബിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്ത് നമ്മളെ ക്ലബ്ബിലേക്ക് വരാം. അവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ തരം ട്രാൻസ്ഫോർമേഷൻ ടിപ്സും ട്രിക്സും ഒക്കെ അതിൽ പറയുന്നുണ്ട്. അത് നിങ്ങളെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളെ ലൈഫിൽ 100% ഒരു മാറ്റം കൊണ്ടുവരാൻ കാരണമാകുമെന്നുള്ളതാണ്. അപ്പോൾ വിജയം ആഗ്രഹിക്കുന്നവരാണ്, ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നവരാണ്, സമാധാനം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട പ്ലാറ്റ്ഫോമാണ് അവലോൻ്റെ കമ്മ്യൂണിറ്റി ക്ലബ്ബ്. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 30 ഡേ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കണം. അത് നിങ്ങളെ ലൈഫിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ, നിങ്ങൾ ആരാണെന്ന്, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും, നിങ്ങളെ ലൈഫിൽ അൾട്ടിമേറ്റഡ് അലൈൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളതാണ്. അപ്പം ആ ഒരു പ്രോഗ്രാമിങ്ങിലൂടെ നിങ്ങളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുക. ഇപ്പം തന്നെ താഴെ പോയിട്ട് നിങ്ങളെ കമൻറ്റിലുള്ള ക്ലബിലേക്കുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലബിലേക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തട്ടോ. എങ്കിൽ മാത്രമാണ് നമുക്ക് അടുത്ത വീഡിയോസിൽ നല്ല കൂടുതൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.